ഹായ്, നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ചൈനയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ചിത്രീകരിച്ച് വിവരിക്കുന്ന 5ാമത്തെ എപ്പിസോഡാണ് ഇത്. ആദ്യം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗാർഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ച് ഒരു ചെറിയ വിവരണം തരുന്നുണ്ട്. അത് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. Hong Kong Disneyland. Shanghai Disneyland is 3 times of Hong Kong Disneyland. Very big area. If you walk inside, walk here and there, you could walk 15 kilometers inside, here and there. So, but still many groups, they have a plan for this one day in Disneyland. And my next group, they are going to go inside, and include me. I also going to, because some guests need our assistant to. When they go inside, they are very fast. That's showing Sakyamuni when it's the moment to start. You see front side there's a red building. Did you see that, like a huge umbrella? Red one. Red building undo ആ സൈഡിലെ റൈറ്റ് സൈഡിലെ ശ്രദ്ധിച്ചേ. Red one is China Pavilion. Now it's Shanghai Museum. Shanghai Museum, we are going to visit. A lot of stuff moved to this building. Now this is the new Shanghai Museum at Pudong side. White and gold ആയിട്ട്. Most of the buildings already gone, right? So from here you see the big shell, right side, white color big shell. Did you see that? Yes. That's the performance center during the Shanghai World Expo. Now Mercedes-Benz company inside, performance. River So the river name? yes. Wangpu River. During the World Expo, you go through this bridge, you can see cars parking here, many cars. So this bridge is called Lupu Bridge. Last night we went back to hotel, took another bridge. Do you still remember the name? Where? Last night we go through a bridge, go back to hotel. I told you that's the first bridge Connecting built. South Yeah, End. new bridge. First long bridge. Yeah, okay. Yes. Do you remember the name? Name we don't remember. That one is called Nanpu Bridge. Nagpur, Tangpur, different names you talk. Yeah. The Buddha temple, you see the yellow wall? നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഷൻഹായ് നഗരത്തിലെ ഔദ്യോഗിക ക്ഷേത്രമായ ന്യൂ സിറ്റി ഗോൾഡ് ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചില പ്രാദേശികവാസികൾ ഇതിനെ പഴയ നഗര ക്ഷേത്രം എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷാൻഹായി മുനിസിപ്പൽ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ സ്മരണാർത്ഥം പട്ടണത്തിന്റെ നഗര ദൈവങ്ങളായി ബഹുമാനിക്കപ്പെടുന്ന 3 ചൈനീസ് വ്യക്തികളെ ആരാധിക്കുന്ന സ്ഥലമാണ് ഇത്. വലിപ്പം കണക്കിലെടുക്കാതെ പുരാതന ചൈനയിലെ പല മതിലുകളുള്ള നഗരങ്ങളിലും ഒന്നോ അതിലധികമോ അനശ്വരമായ അല്ലെങ്കിൽ നഗരത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ നഗരത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഷാൻഹായ് സിറ്റി ഗോൾഡ് ടെമ്പിൾ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് ഈ ടെമ്പിൾ ജിഹാൻ ഗോൾഡ് ടെമ്പിൾ എന്ന പേരിലാണ് ഇതിന്റെ ഉത്ഭവം. യോങ്കിൽ ചക്രവർത്തിയുടെ കാലത്ത്, അതായത് 1403 ഇത് ഒരു സിറ്റി ഗോൾഡ് ടെമ്പിളായി മാറി. പഴയ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികൾ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രം സന്ദർശിച്ചു. ദവോഗുവാങ് കാലഘട്ടത്തിലെ ക്ഷേത്രം അതിന്റെ ഏറ്റവും വലിയ പരിധിയിലെത്തിയത്. ക്ഷേത്രത്തിന്റെ ജനപ്രീതി ഈ പ്രദേശം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. ചുറ്റുമുള്ള തെരുവുകളെ തിരക്കുള്ള ഒരു ചന്തസ്ഥലമായി മാറ്റുകയും ചെയ്തു. സാംസ്കാരിക വിപ്ലവ കാലത്ത് ക്ഷേത്രം അടച്ചുപൂട്ടുകയും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. വർഷങ്ങളോളം പ്രധാന ഹാൾ ഒരു ജ്വല്ലറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1951 സിറ്റി ഗോൾഡ് ടെമ്പിൾ ട്രസ്റ്റ് ബോർഡിന് പിരിച്ചുവിടുകയും ക്ഷേത്രം ഷൻഹായ് തവോയിസ്റ്റ് അസോസിയേഷന് കൈമാറുകയും
തവോയിസ്റ്റ് കേന്ദ്രമായി മാറുകയും ചെയ്തു. ശേഷം തവോയിസ്റ്റ് എന്ന സ്ഥാപനം ക്ഷേത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി. മരിച്ചവരുടെ ന്യായാധിപനായ യമയെ പോലുള്ള നാടോടി അധോലോക വ്യക്തികളെ പ്രതിനിധീകരിക്കുന്ന പ്രതിമകൾ നീക്കം ചെയ്യുകയും പകരം താവോയിസ്റ്റ് ആത്മീയതയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്തു. 1994 താമസക്കാരായ താവോയിസ്റ്റ് പുരോഹിതന്മാരുമായി ക്ഷേത്രം ഒരു ക്ഷേത്രമായി പഴയ ഉപയോഗത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. ക്ഷേത്രം സമീപത്തുള്ള ചുറ്റുമുള്ള തെരുവുകളും ചേർന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾക്കും റീറ്റെയിൽ സെയിൽസുകൾക്കും സമർപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ കാൽനട മേഖലയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. 2005-നും 2006-നും ഇടയിൽ സിറ്റി ഗോൾഡ് ടെമ്പിളിന്റെ പൂർണ്ണമായ പുനരുദ്ധാരണം നടന്നു. 2006 ഒക്ടോബറിൽ താവോയിസ്റ്റ് പുരോഹിതന്മാർ ആരാധനാലയം വീണ്ടും തുറക്കുകയും പുനഃപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്രങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ. ഇന്നും ഇവിടെ ഇതുമാതിരി താവോയിസ്റ്റുകളുണ്ട്. അവരാണ് ഈ ഗാനങ്ങളൊക്കെ ആലപിക്കുന്നതും മറ്റും. പ്രത്യേകമായിട്ടുള്ള ഒരു ഹാളിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവരുടെ താവോയിസ്റ്റ് നേതാവിൻ്റെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിത്രീകരണം അനുവദിച്ചിട്ടില്ലായിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ചിത്രീകരിക്കാൻ പറ്റിയുള്ളൂ. ഈ പ്രധാന ഹാളിൽ ക്യാമറയോ അല്ലെങ്കിൽ വീഡിയോ പകർത്തുന്നത് നിരോധിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി. കാരണം അവിടെ നിന്ന് ഞാൻ കണ്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമായിരുന്നു എനിക്ക് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ താല്പര്യവും. അതിനുശേഷം ഞങ്ങൾ ആ മൈതാനത്തേക്ക് എത്തി. ആ ക്ഷേത്രത്തിന്റെ 4 മൈതാനത്തിലേക്ക് എത്തി. ചരിത്രം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ചൈന ജാപ്പാനീസ് യുദ്ധ സമയത്ത് പഴയ നഗരം ജാപ്പാനീസ് കൈവശപ്പെടുത്തി. തുടക്കത്തിൽ അവർ വിദേശ ഇളവുകൾ ഉപേക്ഷിച്ചു. തൽഫലമായി ഇളവുകളിൽ നിന്നുള്ള ആരാധകർ ക്ഷേത്രത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. പ്രതികരണമെന്ന നിലയിൽ പ്രാദേശിക വ്യാപാരികൾ ഒരു പുതിയ ക്ഷേത്രം പണിയുകയും ഷൻഹായ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന് ഇന്നത്തെ യാനാൻ റോഡിനും ജിൻലിംഗ് റോഡിനും സമീപം ഒരു മാർക്കറ്റും സ്ഥലവും കൂട്ടിച്ചേർത്ത് ചെയ്തു. അതാണ് ന്യൂ സിറ്റി ഗോൾഡ് ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടെമ്പിളിന്റെ പ്രധാന ഭാഗങ്ങൾ. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം ആരാധകർ പഴയ നഗര ദേവാലയത്തിലേക്ക് മാറിയതിനാൽ ന്യൂ സിറ്റി ഗോൾഡ് ടെമ്പിൾ ജനപ്രീതി കുറഞ്ഞു. 1972 പുതിയ ക്ഷേത്രവും ചന്തകളും തകർന്നു. എന്നിരുന്നാലും ന്യൂ സിറ്റി ഗോൾഡ് ടെമ്പിൾ, അതായത് ഈ ടെമ്പിൾ ക്ഷേത്രവും വിശേഷങ്ങളും കാണുകയും ചിത്രീകരിച്ചതിനു ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഷാങ്ഹായ് മ്യൂസിയത്തിലേക്ക് തിരിച്ചു. The Shanghai Museum is just inside of a People's Square area. This People's Square area, it was a horse racing place during the British concession period. British like horse racing, so this big land here, it was a horse racing place. Now it's our People's Square area. So we get on from here to visit Shanghai Museum. It's about 1 hour. We'll see. So please get ready to carry your important belongings. And also please explain if anyone is missing what time they have to reach here. 车不动了吧？师傅。 1952 സ്ഥാപിതമായ ഈ മ്യൂസിയം ഇപ്പോൾ 325 വെസ്റ്റ് നാൻജിങ് റോഡിലുള്ള മുൻ ഷൻഹായ് റെഡ് ക്രോസ് ക്ലബിന്റെ ആദ്യമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മുൻ ഷൻഹായ് മുനിസിപ്പൽ മ്യൂസിയവും പുതിയ ഷൻഹായ് മ്യൂസിയത്തിൽ ലയിച്ചു. ഇതിന് 11 ഗ്യാലറികളും 3 പ്രത്യേക താൽക്കാലിക എക്സിബിഷൻ ഹാളുകളും ഉണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ റോയൽ ഏഷ്യാറ്റിക് മ്യൂസിയത്തിന്റെ ശേഖരം ഉൾപ്പെടെ ഷൻഹായ് മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ സമ്പന്നമായി. 1959 മ്യൂസിയം ഇൻഷുറൻസ് കമ്പനികളും ബാങ്ക് ഓഫീസുകളും പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് മാറ്റി. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ ഒരു സാമൂഹ്യ പദ്ധതിയാണ് മുന്നിലേക്കുള്ള മഹത്തായ കുതിച്ചുചാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ പദ്ധതി. അതിന്റെ ഭാഗമായാണ് ഈ മ്യൂസിയവും ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റപ്പെട്ടത്. 1958 മുതൽ 1961 വരെ, അതായത് 3 വർഷക്കാലം വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് നടപ്പിലാക്കിയത്. രാജ്യത്തെ ഒരു കാർഷിക സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും വ്യവസായവൽക്കരണത്തിലൂടെയും കളക്റ്റീവുകളുടെയും സോഷ്യലിസ്റ്റ് സമൂഹമാക്കി പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. ചൈനയെ വലിയൊരു പട്ടിണിയിലേക്കാണ് ഈ പദ്ധതി നയിച്ചത് എന്ന് പിന്നീടാണ് ലോകം അറിയുന്നത്.
മുന്നിലേക്കുള്ള മഹത്തായ കുതിച്ചുചാട്ടം എന്ന ആ പദ്ധതിയുടെ ലോകശേഖരണ കമ്പനിയിൽ നിന്നും കണ്ടുകെട്ടുകയോ സംഭാവന ചെയ്യുകയോ ചെയ്ത ലോകത്തിൽ നിന്നും ഊരിത്തിരിഞ്ഞ വെങ്കലപാത്രങ്ങൾ വീണ്ടെടുക്കാൻ ഷൻഹായ് മ്യൂസിയം പങ്കെടുത്തു. പ്രത്യേകിച്ച് താല്പര്യമുള്ളതോ എടുത്തു പറയത്തക്കതോ ആയ മറ്റൊന്നും തന്നെ ആ മ്യൂസിയത്തിൽ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏതെങ്കിലും രാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ സാധാരണ കാണാറുള്ള മ്യൂസിയം സന്ദർശിച്ചാൽ കാണാവുന്ന ആ രാജ്യത്തിലെ ചില പുരാതന അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ശേഖരങ്ങൾ വളരെ കുറവായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില വെല്ലുവിളികളാണ് ആ മ്യൂസിയം സ്വീകരിച്ചിട്ടുള്ളത്, അനുഭവപ്പെട്ടിട്ടുള്ളത്. ആയത് കാരണം അതിൻ്റെ ശേഖരത്തിൽ വളരെ കുറവ് കാണപ്പെട്ടു. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട പലരിലും ആ അസംതൃപ്തി പ്രകടമായിരുന്നു. മാത്രമല്ല, അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷൻഹായിലെ ഗോപുരം, ടവർ ഓഫ് ഷൻഹായ്. അതിനു മുൻപായി ഞങ്ങളുടെ ഉച്ചഭക്ഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കന്ന് ഇന്നും ഞങ്ങൾക്ക് ചൈനീസ് ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് ഫുഡ് കഴിച്ച് ഞങ്ങളൊരു പരുവത്തി എന്ന് പറഞ്ഞാൽ വളരെ സംതൃപ്തിയോടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി. നമ്മൾ ഉദ്ദേശിച്ച നാട്ടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഫുഡൊന്നുമല്ല നമുക്കിവിടെ കിട്ടുന്നത്. ഏറ്റവും നല്ല രീതിയിൽ സംതൃപ്തിപരമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മറ്റു വിശേഷങ്ങളും ഷൻഹായ് ടവറിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളും ചിത്രീകരണങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.